Okay. Done. Hello, how are you guys? അപ്പോൾ ദേ നമ്മൾ തിരിച്ച് വീണ്ടും ലൈവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ നമുക്ക് വർക്കും പരിപാടി കാര്യങ്ങളൊക്കെ കൂടുന്നത് കാരണം ഈ പറയുന്ന പോലെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ മാറിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ജിസ്മ കംപ്ലീറ്റ്ലി ബിസിയാണ് വർക്ക് പരിപാടി കാര്യങ്ങളായിട്ട്. പക്ഷെ സാരമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക് പരിപാടികളുടെ ഇടയിൽ ടൈം എടുത്തിരിക്കുകയാണ് നമ്മൾക്ക് വർക്കൗട്ട് പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഈ ആഴ്ച നമ്മൾ കട്ടയ്ക്ക് വർക്കൗട്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം ജിസ്മ അപ്പർ ബോഡിയും ലോവർ ബോഡിയൊക്കെ ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ട് തല്ലി കൊന്നു വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ആബ്സ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് ഈ കോർ വർക്കൗട്ട് ആൻഡ് 2 അപ്പർ ബോഡി ലോവർ ബോഡിയും സ്ട്രെങ്ത് വർക്കൗട്ടും ഈ ആഴ്ച നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ച നമ്മൾ അപ്പോൾ മിസ് ചെയ്തത് എന്താണ്? നമ്മൾ കാർഡിയോ ആണ് ഈ ആഴ്ച മിസ് ചെയ്തത്. അപ്പോൾ കാർഡിയോ ചെയ്യാനായിട്ടുള്ള നമ്മളുടെ ആ ആവേശമൊക്കെ എല്ലാവരും നമുക്ക് തിരിച്ചു പോന്നോട്ടെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ HIIT ആണ് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു ½ an hour എടുത്തിട്ട് ആ ½ an hour നമുക്ക് നല്ല പഞ്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തീർക്കാം. അപ്പോൾ ലാസ്റ്റ് ടൈം HIIT ചെയ്ത സമയത്ത് എല്ലാവരും ഈ പറയുന്ന പോലെ നമ്മൾ 20 minutesന്റെ നമ്മൾ 5 rounds വെച്ചാണ് പോയത് അല്ലേ. ആൻഡ് നമ്മൾ ലാസ്റ്റ് ടൈം 20-40 ആണോ ചെയ്തത് 30-30 ആണോ എന്നുള്ളത് ഞാൻ ആക്ച്വലി എനിക്ക് 30-30 തന്നെ ആയിരിക്കും ചെയ്തത്. അപ്പോൾ ഇത്തവണയും നമുക്ക് 30-30 ചെയ്യാം. എന്നിട്ട് നമുക്ക് മേ ബി നമ്മുടെ ലാസ്റ്റ് 2 weeks നമുക്കൊരു 40-20 ഒക്കെ ചെയ്ത് നോക്കാം. അതായത് 40 seconds വർക്കൗട്ട് ആൻഡ് 20 seconds റെസ്റ്റ്. കൊല്ലും, ഉറപ്പായിട്ട് കൊല്ലുന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് 30-30 വെച്ചാണ് പോകുന്നത്. സോ എവറി ടൈം എല്ലാ പ്രാവശ്യവും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ 2 ഹാർഡ് വർക്കൗട്ടും 2 ഈസി വർക്കൗട്ടും ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ പരിപാടി കംപ്ലീറ്റ്ലി HIIT കാർഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് എനിക്കിത് എൻ്റെ കയ്യിലിപ്പോൾ വേറെ മൊബൈൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാച്ച് നോക്കിയിട്ടായിരിക്കും കൗണ്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദാറ്റ് ആൽ മാനേജ്. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സൂപ്പർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് 4 വർക്കൗട്ടാണ് ഉള്ളത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന യൂഷ്വൽ നമ്മൾ ഫോളോ ചെയ്യാറുള്ള വർക്കൗട്ട്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ എല്ലാവർക്കും എല്ലാ വർക്കൗട്ട്സിൻ്റെയും പേരുകൾ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് ഉറപ്പല്ലേ? ശരി. അപ്പോൾ എന്തായാലും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന സാധനങ്ങൾ എന്താ? ജമ്പിങ് ജാക്സ് ചെയ്യും, ഹൈ നീസ് ചെയ്യും, ബർപ്പീസ് ചെയ്യും, മൗണ്ടൻ ക്ലൈംബേഴ്സ് ചെയ്യും. ഇപ്പോൾ എല്ലാം ആദ്യമൊക്കെ തുടക്കത്തിൽ മൗണ്ടൻ ക്ലൈംബേഴ്സ് ഒക്കെ ചെയ്യാൻ കുറേ പേർക്ക് ഭയങ്കര ടഫായിരുന്നു. പക്ഷേ ഇപ്പോൾ എവ്രി വൺ ഈസ് ഏബിൾ ടു സീ, സോ ഏബിൾ ടു ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച നമ്മൾ ആഡ് ചെയ്യുന്ന 2 വർക്കൗട്ട്സ് ആണ്. ഒന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ മാറ്റ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ താഴെ വിരിച്ച് നിന്നതിന് ശേഷം മൗണ്ടൻ ക്ലൈംബേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബോഡി തറയിൽ വയ്ക്കുന്നത്? അതായത് പുഷപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ അതേ പുഷപ്പ് പൊസിഷനിൽ നിന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഒരു കാല് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ, മറ്റേ കാല് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. ഈ ഒരു പൊസിഷനിലേക്ക് വരും. നേരെ വീണ്ടും ഇങ്ങനെ വരും. അതിനുശേഷം വീണ്ടും കണ്ടില്ലേ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. ഇതാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്ന ഒരു പുതിയ വർക്കൗട്ട്. നെക്സ്റ്റ് വൺ ഈസ് ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബെയർ വാക്സ്. സോ ഐ തിങ്ക് ഞാൻ എൻ്റെ മാറ്റ് കുറച്ച് സൈഡിലേക്ക് വയ്ക്കാം. ഈ വ്യൂ കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ. Okay, now it's seen, no? Fine, super. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ മൈക്ക് ഊരി വയ്ക്കൂട്ടോ താഴെ, അതിലൊന്നും എനിക്ക് പറയാനോ നിങ്ങൾ കേൾക്കാനോ സാധിക്കത്തില്ല. ശരി, അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നമ്മൾ ഈ ആഴ്ചയിൽ ആഡ് ചെയ്യുവാണ്. സെക്കൻഡ് തിങ് ഈസ് ബെയർ വാക്സ്. ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ബെയർ വാക്സ് എന്ന് പറയുന്നത്? സെയിം ഇതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്നത് ഈ പൊസിഷനിലാണ്. അതിനുശേഷം വി ആർ വാക്കിംഗ് ഫോർവേഡ്, വി ആർ ഗോയിങ് ബാക്ക്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഓൾസോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി 30 seconds ചെയ്തുകൊണ്ടിരിക്കും. സോ ദീസ് ആർ ദ 2 വർക്കൗട്ട്സ് എക്സ്ട്രാ കമ്മിങ്. ഇത്തിരി ഹാർഡായിട്ടുള്ള ലൈക്ക് യൂഷ്വൽ ചെയ്യാത്ത സാധനങ്ങൾ. ദി അതർ 2 വിൽ ബി വെരി യൂഷ്വൽ തിങ്സ്. വൺ ഇസ് ജമ്പിങ് ജാക്സ്, ദി അതർ വൺ ഇസ് ബർപ്പീസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അടുത്ത 20 minutes വി ആർ ഗോണ വർക്കൗട്ട് ലൈക്ക് കണ്ടിന്യൂസ്ലി. ലെറ്റ്സ് ഗോ. 3 2 ഓക്കെ, ആയിക്കോട്ടെ. 3
2, 1. Let's go. Come on. 1, 2. Come on, please. 5, 2, 3, 4, 5. Okay, nice. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എക്സസൈസ് ആയിരുന്നു ജമ്പിങ് ജാക്സ് വിച്ച് ഇസ് വാർമിംഗ് അപ്പ്. കം ഓൺ, വാം അപ്പ്. ഇപ്പോൾ ചെറുതായിട്ട് ബ്രീത്തൊക്കെ സെറ്റായി വരുന്നുണ്ട് അല്ലേ. 30 സെക്കൻഡ്സ് റെസ്റ്റ് ആണ്. 15 സെക്കൻഡ്സ് ആയി, 50 സെക്കൻഡ്സ് മോ. ആൻഡ് ഈ സമയത്ത് നിങ്ങൾ HIIT ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് മെയിൻലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രീത്ത് കൺട്രോൾ ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റിൽ എത്തും, പക്ഷെ അതുവരെ പാൻഡ് ചെയ്യും ഉറപ്പാണ്. പക്ഷേ കീപ് ഗോയിങ്. കം ഓൺ. നെക്സ്റ്റ് എക്സസൈസസ് bear walks. Come on. 1. Easy. Come on. Further. One more. Nice. ബെയർ വാക്സും കഴിഞ്ഞിരിക്കുകയാണ്. മുമ്പോട്ട് പോകുന്ന സമയത്ത് സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല കേട്ടോ. വർക്കൗട്ട് ചെയ്യുക, എഴുന്നേക്കുക, കഥയ്ക്കുക, വീണ്ടും വർക്കൗട്ട് ചെയ്യുക. ഇത് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി നടക്കുന്നത്. 10 more seconds. Next one is okay, come on. 5 more seconds. Burpees. 2, 1. Let's go. Whoa! Burpees. So first round la third exercise കഴിഞ്ഞു. So the next exercise കുറച്ച് കൺഫ്യൂഷൻസ് വരും ഉറപ്പാണ്. പക്ഷേ ആദ്യത്തെ റൗണ്ട് ഞാൻ ചെയ്യുമ്പോൾ ട്രൈ വിത്ത് മീ, സ്ലോലി നിങ്ങൾക്കത് പോസിബിൾ ആവും. സോ ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ഫോർ ദ സെക്കൻഡ് റൗണ്ട്. ഇനി സ്റ്റോപ്പില്ല കേട്ടോ. കമോ, പാമ്പിടാ. Nice. 30 കഴിഞ്ഞു. സോ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കൂടെ എനിക്കിവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ അടിക്കുന്ന കാരണം മ്യൂസിക് ഒന്നും വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മേ ബി പുട്ട് ഓൺ സം ലൈറ്റ് മ്യൂസിക് ആൻഡ് വർക്കൗട്ട്. മ്യൂസിക് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. സോ ലെറ്റ്സ് ഗോ.
എന്താടാ? Second exercise is done. ബോപ്പീസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് വാക്സും ഈസ് എ ലിറ്റിൽ ബിറ്റ് എക്സോസ്റ്റിംഗ് എക്സസൈസ്. കാരണം ഒരേ സമയത്ത് കാല് കൈ കൊച്ചിലെല്ലാവർക്കും നടന്ന ശീലം ഉണ്ടാവും, പക്ഷെ ഇപ്പം നടക്കാൻ നല്ല പണിയായിരിക്കും അങ്ങനെ. ലെറ്റ്സ് ഗോ ബോപ്പീസ്. Come on. Ho ho! Breathe. Come on, 5, 4, 3, 2, come on, 1. ഇനി വീഴല്ലേ ദൈവമേ. പറഞ്ഞില്ല, അപ്പൊ തന്നെ വീണു. Come on. Third one. Let's go. Bring a little water. Come on, come on, come on. Let's go. Barrels. Nice. Nice. Let's go. Come on. Ball, please.
3, 2, 1. Let's go. ഞാനിപ്പോൾ ഒരു വർക്കൗട്ട് അറിയാതെ സ്കിപ്പായി പോയി. വിച്ച് വൺ ഈസ് നമ്മൾ തറയിൽ ചെയ്യുന്ന സാധനം നേരെ ജമ്പിങ് ജാക്സിലേക്ക് കയറി. സോ ദാറ്റ്സ് വൈ നെക്സ്റ്റ് വൺ ഞാനത് ചെയ്യാം, എന്നിട്ട് ഫോർത്ത് സെറ്റിലേക്ക് പോകാം കേട്ടോ. കമോ 15 more seconds. Let's go. ഇപ്പോൾ ഇതെല്ലാവർക്കും പുതിയ എക്സസൈസാണ്. സോ ഞാൻ ചെയ്യുന്ന അത്ര സ്പീഡിൽ കൗണ്ടിൽ ചെയ്യണമെന്നില്ല. ടേക്ക് യുവർ ടൈം. ഓക്കെ, സോ നമ്മളിപ്പോൾ 4ാം സെറ്റിലേക്ക് കയറി. 3 more exercises. Three, 2, 1, backwards. Come in. So again, second set la, sorry, fourth set la second exercise കഴിഞ്ഞിരിക്കുകയാണ്. Breathe, keep breathing. Now 2 more exercises. 3, 2, 1. Let's go, please. Superb. ഇനി ഒരേ എക്സസൈസും കൂടി, ലാസ്റ്റ് വൺ. Breathe. Let's go. 3, 2, 1. Let's go. ചത്ത്. റിയലി എക്സോസ്റ്റിംഗ്. 30 ചെയ്താലുള്ള പ്രശ്നം ഇതാ,
ഒന്നും മര്യാദയ്ക്ക് കഥയ്ക്കാൻ പോലും ടൈം കിട്ടില്ല, അതിന് മുമ്പ് അടുത്ത എക്സസൈസ് വരും. സോ ഹൗ വാസ് ടുഡേയ്സ് എക്സസൈസ്? എനിക്കിപ്പോഴും കഥച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഇന്ന് നമ്മൾ 4 എക്സസൈസ് എടുത്തിട്ട് 4 സെറ്റ് വീതം പെർഫോം ചെയ്തു. 30-30 കൗണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് കണ്ടില്ലേ, 16 മിനിറ്റ്സ് എടുത്തുള്ളൂ ഇത്രയും കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആവാനും കംപ്ലീറ്റ്ലി സ്വെറ്റ് ആവാനും. ദാറ്റ്സ് ദി അഡ്വാൻറ്റേജ് ഓഫ് HIIT. നമ്മൾ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് ഇത്രയും എക്സോസ്റ്റഡ് ആവുകയാണ്. ഓക്കെ, സോ കമൻറ്റ് ചെയ്യുക, ഹൗ വാസ് ദ എക്സസൈസ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ എന്താണെന്നൊക്കെയുള്ളത് പറയുക. ഓക്കെ, ആൻഡ് അപ്പോൾ നാളെ ഒരു ദിവസവും കൂടി ഉണ്ട് നമുക്ക് ഈ ആഴ്ച ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അഗെയിൻ ഒരു കിടിലൻ വർക്കൗട്ടായിട്ട് നാളെ നമുക്ക് കാണാം. മൈറ്റ് ബി ജിസ്ന ആയിരിക്കാം നാളെ ഉള്ളത്, കാരണം എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഡെയിലി ഉണ്ടാവും, പേടിക്കേണ്ട ആവശ്യമില്ല, ആരെങ്കിലും ഒരാളെങ്കിലും ഡെയിലി ഉണ്ടാവും. സോ 90 ഡേയ്സ് ഇനി നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്. എല്ലാവരും അവരുടെ ഡയറ്റും പരിപാടി സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആൻഡ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് ആർക്കൊക്കെ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട് എല്ലാം ഞങ്ങളുടെ അടുത്ത് പറയുക. ഓക്കെ, സോ കീപ് ഇറ്റ് ഗോയിങ് ടിൽ ദെൻ ടുമോറോ ലെറ്റ് us the goda.